नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हमने प्रदीप पंत की यात्रा विवरण की कुछ भाग पढ़े। इसमें मेघालय के बारे में पढ़ा। मेघालय का राजधानी का नाम है शिलोंग। यहाँ हरा भरा पर्वतीय नगर है और सभी समय बादल को उमड़ते घुमड़ते देखा है। और यहाँ शिलोंग का मुख्य बाजार अल्मोड़ा के बाजार के समान है। वहाँ के स्त्री पुरुषों के चेहरे नाक नक्शा ये भी कुछ वैसे है। यहाँ अल्मोड़ा का मौसम और अल्मोड़ा में शिलोंग की जैसी हरिद्रिमा नहीं है और अल्मोड़ा का मौसम सुहाना नहीं है। यहाँ उसकी सड़क के बारे में कहा और उसका ये लोग चिरापुंजी से शिलोंग से चिरापुंजी की ओर बढ़ रही है और संगम और उसके दो दोस्त ये यात्रा में उनके साथ है। यहाँ पिछली कक्षा में हम कुछ पर्वतीय नगर के बारे में पढ़ा, पर्वतीय अंचल के बारे में पढ़ा। 3 अंचल है, पर्वतीय अंचल है, गासी पर्वत, गारो पर्वत, जयंतिया पर्वत। ये 3 पर्वतीय अंचलों से 3 पर्वतीय अंचलों से 5 जिले बने हैं। गासी, पूर्वी गासी, पश्चिमी गासी, पूर्वी गारो, पश्चिमी गारो और जयंतिया। ये पर्वतीय नगर के संस्कृति अलग है, उसका उत्सव अलग है। हर एक अंचल में ये अलग है, उसका रीति रिवाज भी अलग है। लेकिन कहीं उसकी पारिवारिक व्यवस्था मातृसत्तात्मक है। सब धन संपत्ति भूमि ये सब माँ से बेटी को मिलती है। ये मातृसत्तात्मक पारिवारिक व्यवस्था की विशेषता है। नेक्स्ट, मातृसत्तात्मक व्यवस्था होने के कारण यहाँ नारी शोषण की वैसी घटनाएं नहीं होती जैसे कि देश के अन्य भागों में देखने सुनने को मिलती है। संगमा कहते हैं എന്താ പറയുന്നത്, മാതൃസത്താത്മക വ്യവസ്ഥ ഹോനയ്ക്ക് കാരണം മാതൃസത്താത്മക വ്യവസ്ഥ ആയതുകൊണ്ട് മരുമക്കത്തായ സമ്പ്രദായം ആയതുകൊണ്ട് നാരി ശോഷൺ, സ്ത്രീ ചൂഷണം, ശോഷണം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം. അപ്പോൾ സ്ത്രീകളുടെ നേരെയുള്ള ചൂഷണം തുടങ്ങിയ വൈസി ഘട്ടനായ അങ്ങനെയുള്ള സംഭവങ്ങൾ നഹി ഹോത്തി, ഇല്ല എന്നാണ് പറയുന്നത്. ജൈസെ കി ദേശ് കെ അന്യ ഭാഗോं में देखने सुनने को मिलती है. പറയണ നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് പോലെയുള്ള സ്ത്രീകളുടെ നേരെയുള്ള ചൂഷണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. സംഗമാക്കത്തെ സംഗമം പറയണം അവിടെ പ്രത്യേകത തന്നെ മാതൃസത്താത്മക വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ നേരെയുള്ള ചൂഷണം വളരെ കുറവാണ്. അവിടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ കാണുന്നത് പോലെയുള്ള ചൂഷണം ഇല്ല. स्त्री का यहाँ वर्चस्व है. ये एहसास गुवाहाटी से मेघालय की सीमा में घुसने के साथ ही होने लगता है. स्त्री का यहाँ वर्चस्व है. वर्चस्व എന്ന് പറഞ്ഞാൽ ആധിപത്യം എന്ന് പറയാം. വർച്ചസ് ആധിപത്യം, പ്രഭാവം എന്ന് പറയാം. അപ്പോൾ സ്ത്രീ का यहाँ वर्चस्व है. ये एहसास എന്ന് പറഞ്ഞാൽ ഫീലിംഗ്, തോന്നൽ. गुवाहाटी से मेघालय की सीमा में, ഗൗഹാട്ടിയിൽ നിന്ന് മേഘാലയയുടെ അതിർത്തിയിലേക്ക് ഗുസ്നെക്കെ സാത്ത് പ്രവേശിക്കുന്നതിനോടൊപ്പം തന്നെ ഹോനെ ലഗ്താഹെ നമുക്ക് തോന്നാൻ തുടങ്ങുന്ന പറയുന്നത്. അപ്പോൾ അവിടെ സ്ത്രീകൾക്കാണ് അവിടെ ആധിപത്യം, അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് അവിടെ തനിമയുള്ളത്, സ്വാധീനമുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഗൗഹാട്ടിയിൽ നിന്ന് മേഘാലയയുടെ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്ന പറയുന്നത്. കാരണം അവിടെ പറയുന്നത് തമാൻ ദുഃഖാനോപ്പ് സ്ത്രീയാം സൗദ ബേച്തി और बेहिचक बतियाती दिखाई देती है.
എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാനുള്ള കാരണം, സ്ത്രീകൾക്കാണ് അവിടെ ആധിപത്യം എന്നുള്ളത് തോന്നാനുള്ള കാരണം അവിടെ പറയുന്നുണ്ട്. എന്താണ്? തമാം ദുഃഖാനോമേ, മിക്കവാറും എല്ലാ കടകളിലും സ്ത്രീയാം സൗദ ബേച്തി ഹേ, സ്ത്രീകളാണ് അവിടെ സാധനങ്ങൾ വിൽക്കുന്നത്. സൗദ ബേച്ചന എന്ന് പറഞ്ഞാൽ വിൽപ്പന നടത്തുന്നത്, സാധനങ്ങൾ വിൽക്കുന്നത് ആരാണ്? സ്ത്രീകളാണെന്ന് പറയുന്നത്. അവർ ബേഹിച്ചക്, ബേഹിച്ചത് ഒരു മടി കൂടാതെ സംഘോജ് കെ ബിന ബേഹിച്ചക് ബത്തിയാത്തി ദിക്കായി ദേത്തി ഹേ, മടി കൂടാതെ സംസാരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ കടകളിലിരുന്നുകൊണ്ട് നമ്മളൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് യാതൊരു മടിയില്ലാതെ അവിടെ അവരിന്ന് കച്ചവടം നടത്തുന്നത് മിക്ക എല്ലാ കടകളിലും നോക്കി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗൗഹാട്ടിയിൽ നിന്ന് മേഘാലയയുടെ അതിർത്തിയിലേക്ക് കടക്കുമ്പോൾ തന്നെ മനസ്സിലായി അവിടെ സ്ത്രീകൾക്കാണ് കൂടുതൽ സ്വാധീനം അല്ലെങ്കിൽ ആധിപത്യമുള്ളതെന്ന് മനസ്സിലായി. ഷിലോങ് മേ ബി ഉനെ ദുക്കാനോं पर बैठे देखा जा सकता है. എന്താ പറയുന്നത്? ഷിലോങ്ങിലും മേഘാലയയിലും മാത്രമല്ല, ഷിലോങ് മേ ബി ഉനെ ദുക്കാനോं पर बैठे देखा जा सकता है. ഷിലോങ്ങിലും ഈ സ്ത്രീകൾ കടകളിലിരിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ മേഘാലയയുടെ അതിർത്തിയിലെത്തുമ്പോൾ മേഘാലയയിൽ മാത്രമല്ല, ഷില്ലോങ്ങിൽ അവിടെ മിക്കവാറും എല്ലാ കടകളിലും സ്ത്രീകൾ തന്നെയാണ് അവിടെ കച്ചവടം നടത്തിയത്. ഷായദ് കമോ ബേശ് യഹ് സ്ഥിതി पूर्वोत्तर के अन्य राज्यों में भी है, भले ही वहाँ मातृसत्तात्मक परिवार व्यवस्था न हो. शायद ഒരു പക്ഷേ കമോബേശ് യ സ്ഥിതി, ഏറെക്കുറെ ഈ അവസ്ഥ എന്ന് പറയുന്നത് പൂർവോത്തർക്കെ, പൂർവോത്തർ എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ, പൂർവോത്തർക്കെ അന്യ രാജ്യമേ ബിഹേ, വടക്ക് കിഴക്കൻ മറ്റ് സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ബലേഹി വഹാ മാതൃസത്താത്മക പരിവാർ വ്യവസ്ഥ എന്നഹോ, പക്ഷേ സത്യത്തിൽ അവിടെ മരുമക്കത്തായ സമ്പ്രദായമൊന്നും ഇല്ലെങ്കിലും ഈ അവസ്ഥ ഏറെക്കുറെ ഈ അവസ്ഥ വടക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ നമുക്ക് സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നത്. കുച്ച് സാൽ പഹലെ മണിപ്പൂർ की राजधानी ഇംഫാൽ में भी यह सब दृश्य देखा था. അപ്പോൾ നമ്മുടെ മേഘാലയയിലെ ഷില്ലോങ്ങിലും മാത്രമല്ല, മരുമക്കത്തായ സമ്പ്രദായമില്ലാത്ത പല രാജ്യങ്ങളിലും ഈ ഒരു അവസ്ഥ ഉണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കച്ചവടം നടത്തുന്ന സ്ത്രീകളെ കാണാനായിട്ട് സാധിക്കുന്നു പറയുന്നത്. ഇവിടെ പറയാണ്, ലേഖകൻ പറയണത് എന്താണ് പറയുന്നത്? കുച്ച് സാൽ പഹലെ, കുറേ വർഷങ്ങൾക്ക് മുൻപ് മണിപ്പൂർ की രാജധാനി ഇംഫാൽ മേ ബി, മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലും യഹി സബ് ദേഖാ താ, ഇത് തന്നെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്താണ് അവിടെ കണ്ടത്? സ്ത്രീയോം കായക്ക് പൂരാ കാ പൂരാ ബാസാർ ഹി ഹേ വഹാം ജിസേ മായ്തി ബാസാർ കത്തെ ഹേ യാനി മാംക ബാസാർ. അപ്പോൾ അവിടെ മണിപ്പൂരിൽ നമ്മൾ പറഞ്ഞു, മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാൽ, അവിടെയും ഈ അവസ്ഥ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? സ്ത്രീയോം കേക്ക് പൂരാ കാ പൂരാ ബാസാർ ഹേ ഹി വഹാം, സ്ത്രീകളുടെ, അതായത് മുഴുവൻ സ്ത്രീകളാണ്. ആ ബാസാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ബാസാറാണ്. അവിടെ മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ സ്ത്രീകളാണ് അവിടെ എല്ലാം നടത്തുന്നത്. അതിന് പറയുന്ന പേരാണ് മായ്തി ബാസാർ എന്നാണ് പേര്. ഇപ്പോൾ മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ക്യാപിറ്റലായിട്ടുള്ള ഇംഫാലിൽ കണ്ട കാഴ്ചയാണ്. അവിടെ ഒരു ബാസാറുണ്ട്, ബാസാറിൻ്റെ പേരാണ് മായ്തി ബാസാർ എന്നുള്ളത്. അവിടെ സ്ത്രീയോം കാ ഏക്ക് പൂരാ കാ പൂരാ ബാസാർ ഹേ, ഉസ്കാ നാം ഹേ മായ്തി ബാസാർ, അതിൻ്റെ പേരാണ് മായ്തി ബാസാർ. യാനി മാംക ബാസാർ, അതായത് അഥവാ എന്താണത്? മാംക ബാസാർ, അമ്മമാർ നടത്തുന്ന മാർക്കറ്റാണ്, സ്ത്രീകൾ നടത്തുന്ന മാർക്കറ്റാണ്. दिन दोपहर हुई नहीं कि सिर पर सब्जी कपड़ों या अन्य सामान के टोकरे रखे स्त्रियां भी इस बाजार में आ पहुंचती है. എന്താ പറയുന്നത്? दिन दोपहर हुई नहीं कि, പകലായാലും നട്ടുച്ചയായാലും, സിർ പർ സബ്ജി, തലയിൽ പച്ചക്കറി, അതുപോലെ തന്നെ കപ്പടം, വസ്ത്രങ്ങൾ, അവരഞ്ഞ സാമാൻ കെ ടോക്കരെ, മറ്റ് സാധനങ്ങളിലെ ടോക്കരെ, ടോക്കരെ എന്ന് പറഞ്ഞാൽ കുട്ട, ആ കൊട്ടയൊക്കെ തലയിൽ വെച്ചിട്ട് സ്ത്രീയാമ്പി ഇസ് ബാസാർ മേ പഹുഞ്ചത്തി ഹേ, സ്ത്രീകളാണ് ഈ ബാസാറിൽ വരുന്നത്, മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ പകല് നട്ടുച്ചയായാലും എപ്പോൾ തന്നെ ആയാലും അവിടെ സ്ത്രീകളാണ് തലയിൽ കൊട്ട വെച്ചിട്ട് കൊട്ടയിൽ സാധനങ്ങളുമായിട്ട്, പച്ചക്കറി ആയാലും തുണിയായാലും അതുപോലെ മറ്റ് സാധനങ്ങളൊക്കെ ആയിട്ട് കടയിലേക്ക് സ്ത്രീകളാണ് വരുന്നതെന്ന് പറയുന്നത്. ദിൻ ഭർ സാമാൻ കി ബിക്രി കർ ശാം കോ
അപ്പനെ അപ്പനെ ഗർ ലൗട്ട് പടുത്തി ഹേ. ഗർ എന്നാണ് വീട് കേട്ടോ, ഗട്ടല്ല. എന്താ പറയുന്നത് ഇവിടെ ദിൻ ബർ പകൽ മുഴുവൻ സാമാൻക്ക് ബിക്രിക്കാർ സാധനങ്ങൾ വിറ്റഴിച്ചിട്ട്, ബിക്രി എന്ന് പറഞ്ഞാൽ സെയിൽ, വിറ്റഴിച്ചിട്ട് ഷാം കോ സന്ധ്യാസമയത്ത് അപ്പനെ അപ്പനെ ഗർ ലൗട്ട് പടുത്തി ഹേ. അവരെന്ത് ചെയ്യുന്നു, അവനവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ സ്ത്രീകൾ പകൽ വന്ന്, അതായത് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു ബാസാറാണ്, അവിടെ സ്ത്രീകൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അവർ സാധനങ്ങൾ കൊണ്ടുവരുന്നു, വിൽക്കുന്നു, സന്ധ്യയാകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. കിസി പ്രകാർക്ക വർഗ്ഗഭേദ നഹി. ഒരു തരത്തിലുള്ള വർഗ്ഗഭേദം അവിടെ ഇല്ല. സ്ത്രീയാണ് പുരുഷനാണെന്നുള്ള വ്യത്യാസമൊന്നും അവിടെ ഇല്ല. പാവപ്പെട്ടവനാണ് പണക്കാരൻ എന്നുള്ള വ്യത്യാസമില്ല. ഒരു തരത്തിലുള്ള ഭേദഭാവം അവിടെ ഇല്ല, വ്യത്യാസവും ഇല്ല എന്ന് പറയുന്നത്. यानी अमीर घरों की स्त्रियां भी इस मायती बाजार में मिल जाएगी और गरीब घरों की स्त्रियां भी. ഇവിടെ പണക്കാരായ, അമീർ എന്ന് പറഞ്ഞാൽ പണക്കാർ, റിച്ച്. അമീർ ഗരം കി സ്ത്രീയാം, അതായത് പണക്കാരുടെ വീട്ടിലെ സ്ത്രീകളടക്കം ഇവിടെ എവിടേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നത് ഇസ് മായത്തി ബാസാർ മേ മിൽ ജായേഗി. ഈ മായത്തി ബാസാറിൽ കച്ചവടം ചെയ്യാനായിട്ട് പണക്കാരുടെ വീട്ടിലെ സ്ത്രീകളും വരുന്നുണ്ട്, അതുപോലെ തന്നെ പാവപ്പെട്ട വീട്ടിലെ സ്ത്രീകളും ഗരീബ് ഗരം കി സ്ത്രീയാം ബി യഹാ മിൽ ജായേഗി, മായത്തി ബാസാർ മേ മിൽ ജായേഗി. അപ്പോൾ അവിടെ യാതൊരു തരം വ്യത്യാസമില്ല. പാവപ്പെട്ടവനാണ് പണക്കാരനാണ്, ഉയർന്നതാണ് താഴ്ന്നതാണെന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ എല്ലാ സ്ത്രീകളും അവിടെ കച്ചവടം ചെയ്യാനായിട്ട് വരുന്നു. എവിടെ? മായത്തി ബാസാറിൽ. और ये बाजार केवल इम्फाल में ही नहीं, मणिपुर के हर नगर कस्बे गांव में है. यहाँ की संस्कृति का एक अटूट सिलसिला. ഇവിടെ പറയണത് എന്താ പറയുന്നത്, യഹ് ബാസാർ കേവൽ ഇംഫാൽ മേ ഹി നഹി, ഈ മാർക്കറ്റ് കേവലം ഇംഫാലിൽ മാത്രമല്ല, മണിപ്പൂരിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഇംഫാലിൽ മാത്രമല്ല, മണിപ്പൂരിൻ്റെ ഓരോ നഗരങ്ങളിലും, കസ്ബെ എന്ന് പറഞ്ഞാൽ പട്ടണങ്ങളിലും, ഗാവ് മേ ഹി ഗ്രാമങ്ങളിലുമുണ്ട്. ഇപ്പോൾ ഈ മായത്തി ബാസാർ എന്ന് പറയുന്നത് ഇംഫാലിൽ മാത്രമല്ല, മണിപ്പൂരിൻ്റെ ഓരോ നഗരപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇതുണ്ട്. വഹാം കി സംസ്കൃതി കാ ഏക് അട്ടൂട്ട് സിൽസില, അവിടുത്തെ സംസ്കാരത്തിൻ്റെ ഒരിക്കലും നശിക്കാത്തൊരു പാരമ്പര്യമായിട്ടാണ് അതിനവർ കണക്കാക്കുന്നത്. സിൽസില പാരമ്പര്യം, പരമ്പര, പാരമ്പര്യം. അട്ടൂട്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, തകരാത്ത പാരമ്പര്യമായിട്ടാണ് അതിനെ കണക്കാക്കുക. അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് മായത്തി ബാസാർ എന്നുള്ളതിനെ. അപ്പോൾ ഇംഫാലിൽ മാത്രമല്ല, മണിപ്പൂരിലെല്ലായിടത്തും ഈ മായത്തി ബാസാർ കോ ദേഖ് സക്താ ഹെ, നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ബഡി ദിലചസ്പ് ബാത്ത് ബതായി കി इम्फाल में मिली एक महिला ने जो लखनऊ की रहने वाली थी और जिसका लखनऊ विश्वविद्यालय के विधि संकाय के एक मणिपुरी छात्र से प्रेम हो गया था. बड़ी दिलचस्प बात बताई थी. दिलचस्प എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്, വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം പറയേണ്ടിയിരുന്നതാണ്. ഇംഫാൽ മേ മിലി, ഇംഫാലിൽ വെച്ച് കണ്ടുമുട്ടിയ एक महिला, ഒരു സ്ത്രീ. जो लखनऊ में रहने वाली थी, അവർ लखनऊകാരിയാണ്. और जिसका लखनऊ विश्वविद्यालय के विधि संकाय के एक मणिपुरी छात्र से प्रेम हो गया था. അപ്പോൾ ഇംഫാലിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു സ്ത്രീയാണ്, അവളെ ലക്നൗകാരിയാണ്. അവിടെ ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ വിധി സംഘായ് എന്ന് പറഞ്ഞാൽ ലോ ഫാക്കൽറ്റി, നിയമവിഭാഗം, വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി. അപ്പോൾ ലക്നൗ യൂണിവേഴ്സിറ്റിയിലെ ലോ ഫാക്കൽറ്റിയിലെ ഒരു മണിപ്പൂരി ഛാത്രസെ, മണിപ്പൂരുകാരനായ ഒരു വിദ്യാർത്ഥിയെ പ്രേം ഹോ ഗയാ താ, പ്രേമിക്കുകയായിരുന്നു. അപ്പോൾ ലക്നൗകാരിയായ സ്ത്രീയും മണിപ്പൂരുകാരനായിട്ടുള്ള പുരുഷനും, അതായത് അവിടുത്തെ ലോ ഫാക്കൽറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ്, മണിപ്പൂരി ഛാത്രാണ്, അവനായിട്ട് സ്നേഹത്തിലായി. ये छात्र शिक्षा पूरी करके इम्फाल लौटते समय इस महिला को अपनी पत्नी बनाकर साथ ले आया था. ये മണിപ്പൂരി ഛാത്ര, ഈ ആൺകുട്ടി ശിക്ഷ പൂരി കർക്കെ, അവൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഇംഫാൽ ലൗട്ടത്തെ സമയം, ഇംഫാലിലേക്ക് മടങ്ങി വരുമ്പോൾ എന്ത് ചെയ്തു, ഇസ് മഹിളാക്കോ അപ്പനി പത്നി ബനാക്കർ സാത്ത് ലേ ആയാ താ, ഈ ലക്നൗകാരിയായ ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ അപ്പനി പത്നി ബനാക്കർ, അവൻ്റെ ഭാര്യയായി സ്വീകരിച്ചിട്ട് സാത്ത് ലേ ആയാ താ, കൂടെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്,
അതായത് ഇംഫാലിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ലേഖകൻ പറയുന്നത് അവൾ ലക്നൗകാരിയാണ്. ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിയുമായിട്ട് പ്രണയത്തിലായി. അങ്ങനെ വിദ്യാഭ്യാസം പൂർത്തിയായിട്ട് ഇംഫാലിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ പെൺകുട്ടിയും കൂടി ലക്നൗകാരിയും കൂടി വിവാഹം കഴിച്ച് കൂടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. इस उत्तर भारतीय पत्नी ने जब अपनी सास को सवेरे सवेरे सिर पर टोकरा रखकर बाजार जाते देखा तो एक दिन, 2 दिन, 3 दिन बीत जाने के बाद आखिर एक दिन उसे टोकरे के साथ सामान बेचने बाजार जाने से रोक दिया. എന്താ പറയുന്നത്? ഈ ഉത്തർ ഭാരതീയ പത്നിനെ, വടക്കേന്ത്യക്കാരിയായ ഈ ഭാര്യ, നമ്മുടെ മണിപ്പൂരി വിദ്യാർത്ഥി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ഭാര്യ, വടക്കേന്ത്യക്കാരിയായ ഭാര്യ, ലക്നൗകാരിയായ ഭാര്യ, അപ്പം ഈ സാസ്കോ, സാസ് എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ, മദറിൻലോ, അവളുടെ അമ്മായിയമ്മ സവേരെ രാവിലെ തന്നെ സിർപ്പർ ടോക്കര ഡെക്കർ ബാസാർ ജാത്തേ ദേക്കാത്തോ, രാവിലെ തന്നെ തലയിൽ കൊട്ടയും വെച്ചിട്ട്, ടോക്കര എന്ന് പറഞ്ഞാൽ കൊട്ടയും വെച്ചിട്ട് ബാസാർ ജാത്തേ ദേക്കാത്തോ, മാർക്കറ്റിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ एक दिन, 2 दिन, 3 दिन बीत जाने के बाद, കല്യാണം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നു. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം പോലെ കണ്ടു, 3-ാമത്തെ ദിവസം കണ്ടപ്പോൾ, 3-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ബീത് ജാനെ കെ ബാദ് അവൾ എന്ത് ചെയ്തു? ആഖിർ ഏക് ദിൻ, അവസാന ഒരു ദിവസം, ഉസേ ടോക്കരെ കെ സാത്ത് സാമാൻ ബേച്ചനെ ബാസാർ ജാനെ സേ രോക് ദിയ, ആ കൊട്ടയുമായിട്ട് സാധനങ്ങൾ വിൽക്കാൻ പോകുന്നത് അവൾ തടഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ അമ്മായിയമ്മേനെ തടഞ്ഞു എന്ന് പറയുന്നത്. സാസ്കോ എന്ത് ചെയ്തു? ബാസാർ ജാനെ സേ രോക് ദിയ, അമ്മായിയമ്മയെ ബാസാറിലേക്ക് പോകുന്നത്, മാർക്കറ്റിലേക്ക് പോകുന്ന അമ്മായിയമ്മയെ തടഞ്ഞു എന്ന് പറയുന്നത്. ആദ്യത്തെ 1-2 ദിവസം, 2-3 ദിവസം അവളൊന്നും മിണ്ടിയില്ല. പക്ഷേ അവസാനം അവളൊരു ദിവസം പറഞ്ഞു ഇനി മാർക്കറ്റിൽ പോകാൻ പാടില്ല എന്നിട്ട് അമ്മായിയമ്മേനെ അവിടെ തടയാണ് ചെയ്തത്. സാസ് ചെഹ്രെ പർ ഉദാസി ലിയേ 2-4 दिन रुकी रही पर आखिर एक दिन वह फिर माइती बाजार की ओर चल ही दी. അമ്മായിമ്മ ആദ്യമൊക്കെ ചേഹരെ പർ ഉദാസിയില്ലേ, മുഖത്ത് വളരെ വിഷമത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു? 2-4 दिन रुकी रही. ഇപ്പം മരുമോൾ പറഞ്ഞപ്പോൾ ആദ്യത്തെ 3 ദിവസം പോയി കുഴപ്പമൊന്നും, 4-ാമത്തെ ദിവസം അവൾ തടഞ്ഞു. അങ്ങനെ 2-4 ദിവസം അമ്മായിമ്മ മാർക്കറ്റിൽ പോവാതെ അവിടെ വളരെ വിഷമിച്ചിരുന്നു. പറാഖിർ അവസാനം ഏക് ദിൻ ഒരു ദിവസം അവൾ എന്ത് ചെയ്തു? ഫിർ മായ്ത്തി ബാസാർക്ക് ഓർ ചൽ ഹി ദി, വീണ്ടും മായ്ത്തി ബാസാറിലേക്ക് പോവുക തന്നെ ചെയ്തു. അപ്പോൾ ആദ്യമൊക്കെ വിഷമം തോന്നി, അങ്ങനെ പോവാതിരുന്നു. പിന്നീട് അവൾ പോവുക തന്നെ ചെയ്തു. അമ്മായിമ്മ മാർക്കറ്റിലേക്ക് പോയി എന്ന് പറയുന്നത്. യഹ് ഘടന ധീരെ ധീരെ സാസ് ബഹു കെ ബീച്ച് ടക്കരാവ് കാ കാരൺ ബൻ ഗയി. ഇപ്പോൾ ഈ സംഭവം, ഈ ഘടന, ഈ ഇൻസിഡൻറ്റ്, ഈ സംഭവം എന്തായി? പതുക്കെ ധീരെ സ്ലോലി സാസ് ബഹു കെ ബീച്ച്, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള, ബഹു എന്ന് പറഞ്ഞാൽ മരുമകൾ, അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ടക്കരാവൊക്കെ കാരണം ബൻ ഗയി, സംഘർഷത്തിന് കാരണമായി തീർന്നു. അതായത് വഴക്കിന് കാരണമായി തീർന്നു. അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള വഴക്കിനത് കാരണമായിട്ട് തീർന്നു. अंततः एक दिन इस उत्तर भारतीय महिला के मणिपुरी पति ने उसे समझाया, इसके पीछे कोई आर्थिक मजबूरी नहीं, माइती बाजार हमारी समाज व्यवस्था का, हमारी संस्कृति का सदियों पुराना अंग है. अंततः അവസാനം എന്താ ചെയ്തത്? एक दिन इस उत्तर भारतीय महिला के मणिपुरी पति ने, ഒരു ദിവസം ഈ വടക്കേന്ത്യക്കാരിയായ സ്ത്രീയുടെ മണിപ്പൂരുകാരനായ ഭർത്താവ് അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്താണ് മനസ്സിലാക്കിയത്? ഇസ്കെ പീച്ചെ കോയി ആർത്തിക് മസ്ബൂരി നഹീം, ഇതിൻ്റെ പിന്നിലെ യാതൊരു തരത്തിലുള്ള ആർത്തിക് മസ്ബൂരി, ഫൈനാൻഷ്യലായിട്ടുള്ള, അതായത് പണസമ്പാദനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റെ കുറവുകളൊന്നുമല്ല, അതായത് ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ടല്ല പോകുന്നത്. മായ്ത്തി ബാസാർ ഹമാരി സമാജ് വ്യവസ്ഥ കാ, ഹമാരി സംസ്കൃതി കാ സദിയോം പുരാന അംഗ് ഹെ. മായ്ത്തി ബാസാർ എന്ന് പറയുന്നത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ഭാഗമാണ് മായ്ത്തി ബാസാറിൽ പോവുക എന്നുള്ളത്. മാം കോ വഹാം ജാനേദോ ഉസേ രോക്കോ നഹി. അപ്പോൾ മണിപ്പൂരി പതി പറയാണ് അമ്മയെ അവിടെ പോകാൻ അനുവദിക്കൂ എന്ന് ഈ ലക്നൗകാരിയായ
ഇയാളുടെ ഭാര്യയുടെ അടുത്ത് പറയണ അമ്മയെ അവിടെ പോകാൻ അനുവദിക്കൂ, ഉസേരോക്കെ നഹീം, അമ്മയെ തടയേണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഭർത്താവ് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാരണം എന്താണെന്ന് പറയുന്നത്, അതായത് എന്താ പറയുന്നത്, ഹമാരി സാമാജിക് വ്യവസ്ഥ കാ हमारी संस्कृति का सदियों पुराना अंग है, इस कारण से वहाँ जाने के लिए जाने दो और उसे रोके नहीं എന്നവിടെ പറയുന്നതുകൊണ്ടാണ്. इम्फाल के कांचीपुर में स्थित मणिपुर विश्वविद्यालय के हिंदी विभाग में आयोजित एक साहित्यिक सम्मेलन में मिली इस उत्तर भारतीय महिला ने हंसते हुए हम लोगों से कहा था, अगर आप लोग चाहें तो माइती बाजार में मेरी सास से आज शाम की सब्जी गिर सकते हैं. ഇവിടെ പറയണേ ഇംഫാൽ കെ കാഞ്ചിപൂർ മേ സ്ഥിത്, ഇംഫാലിലെ, ഇംഫാൽ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലെ അവിടെ കാഞ്ചിപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മണിപ്പൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടുത്തെ ഹിന്ദി വിഭാഗത്തിൽ അവർ ആയോജിത എന്ന് സംഘടിപ്പിച്ച एक साहित्य सम्मेलन में, ഒരു സാഹിത്യ സമ്മേളനത്തിൽ മിലി ഇസ് ഉത്തർ ഭാരതീയ മഹിളാനെ, അവിടെ വെച്ച് കണ്ടുമുട്ടിയ ഈ വടക്കേന്ത്യക്കാരിയായ ഈ സ്ത്രീ ഹസ്തേ ഹുയേ ഹം ലോകം സേ കഹാത, അവർ ചിരിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്, അഗർ ആപ് ലോഗ് ചാഹേൻ തോ, നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ മായ്ത്തി ബാസാർമേ, ഈ മായ്ത്തി ബാസാറിൽ പോയിട്ട് മേരി സാസെ, എൻ്റെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് ആജ് ഷാം കി സബ്ജി ഗിരി സക്തേ ഹേ, ഇന്ന് സന്ധ്യയ്ക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് അമ്മായിമ്മയുടെ കടയിൽ നിന്ന് വാങ്ങിക്കാമെന്ന് അവരോട് ഈ സ്ത്രീ പറയുകയാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്നത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള സംഘർഷം ഉണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ഈ മരുമകൾ തന്നെ അമ്മായിമ്മയുടെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് അവിടെ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ആ മായ്ത്തി ബാസാർ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മടിയും കൂടാതെ പോകാമെന്നുള്ളൊരു അവസ്ഥയിൽ അവിടെ എത്തി. ഹം ലോഗം കോ ജഹാൻ ടഹരായ ഗയാ था वहाँ रसोइया अच्छी सब्जी नहीं बनाता था, इसलिए भाई कमलेश्वर की पत्नी गायत्री जी ने कहा, आज शाम बाजार से सब्जी खरीद कर खाना हम लोग बनाएंगे, मैं और नीलम सराफ. हम लोगों को जहाँ ठहराया गया था, അപ്പം ഞങ്ങൾ അവിടെ വന്ന് എവിടെയാണോ താമസിച്ചത്, സമ്മേളനത്തിന് വേണ്ടി വന്നിട്ടുള്ളതാണ്, എവിടെയാണോ താമസിച്ചിരുന്നത് അവിടെ രസോയ്യ എന്ന് പറഞ്ഞാൽ അടുക്കളക്കാരി, അച്ചി സബ്ജി നഹീം ബനാത്താത്ത, നല്ല വെജിറ്റബിൾസ് ഉപയോഗിച്ചല്ല ഭക്ഷണം പാകം ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇസ്ലിയെ ബായി കമലേശ്വർ കി പത്നി ഗായത്രി ജിനെ കഹ, അതുകൊണ്ട് കമലേശ്വർ, സഹോദരനായ കമലേശ്വറിൻ്റെ ഭാര്യ ഗായത്രി പറയാണ്, എന്താ പറയുന്നത്, ആജ് ഷാം ബാസാർ സെ സബ്ജി ഖരീദ് കർ ഖാന ഹം ലോഗ് ബനായെങ്കെ, ഇന്ന് വൈകിട്ട് മായ്ത്തി ബാസാറിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ഭക്ഷണം നമുക്ക് തന്നെ പാകം ചെയ്യാമെന്ന് ഗായത്രിജി പറയാണ്. മേം और നീലം സറാഫ്, ഞാനും നീലം സറാഫും കൂടിയിട്ട് ഭക്ഷണം പാകം ചെയ്യാമെന്ന് അവർ പറയാണ്. और हम लोग दिल्ली से भाई कमलेश्वर, धर्मेंद्र गुप्त, मेम, जम्मू से आई हिंदी की प्राध्यापिका डॉक्टर नीलम सराफ और उनके पति, आरा से आए मधुकर सिंह, मद्रास से आए शौरी राजन, पटियाला से आए डॉक्टर पुष्पपाल सिंह आदि तब इम्फाल के माइती बाजार की ओर चल दिए थे. എന്താ പറയുന്നത്, അപ്പോൾ ഇവിടെ ഗായത്രിജിയും നീലം സറാഫും കൂടിയിട്ട് ഭക്ഷണം പാകം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹം ലോഗ്, ഞങ്ങൾ ദില്ലി സി ബായി കമലേശ്വർ, ദില്ലിയിൽ നിന്ന് വന്ന സഹോദരനായ കമലേശ്വർ, ധർമ്മേന്ദ്ര ഗുപ്തുണ്ട്, മേം ഞാനുണ്ട്, ജമ്മുസിയായി ഹിന്ദിക്ക് പ്രാധ്യാപിക, ജമ്മുവിൽ നിന്ന് വന്നിട്ടുള്ള ഹിന്ദിയുടെ പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ നീലം സറാഫ്, അതുപോലെ ഉൻകെ പതി അവരുടെ ഭർത്താവ്, ആരാസെ ആയ മധുകർ സിംഗ്, ആരയിൽ നിന്ന് വന്നിട്ടുള്ള മധുകർ സിംഗ്, മദ്രാസെ ആയ ശൗരി രാജൻ, മദ്രാസിൽ നിന്ന് വന്ന ശൗരി രാജൻ, പട്ടിയാലാസെ ആയ ഡോക്ടർ പുഷ്പപാൽ സിംഗ്, പട്ടിയാലയിൽ നിന്ന് വന്ന ഡോക്ടർ പുഷ്പപാൽ സിംഗ് ആദി തബ് ഇംഫാൽ കെ മായ്ത്തി ബാസാർ കി ചൽ ദിയെ തെ. അപ്പം ഇത്രയും ആളുകൾ അവിടെ ഹിന്ദി സമ്മേളനത്തിന് പങ്കെടുക്കാനായിട്ട്, സാഹിത്യ സമ്മേളനത്തിന് പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ള ഈ ആളുകളെല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്തു എന്ന് പറയുന്നത്, ഇംഫാൽ കെ മായ്ത്തി ബാസാർ കി ഓർ ചൽ ദിയെ തെ, ഇംഫാലിലെ മായ്ത്തി ബാസാറിലേക്ക് അന്ന് വൈകുന്നേരം അവരെല്ലാവരും കൂടി പോവുകയായിരുന്നു. ഹമാരെ സാത്ത്
मणिपुर विश्वविद्यालय में हिंदी के प्रोफेसर और कलाकार जवाहर सिंह, वहीं कॉलेज में प्रिंसिपल डॉक्टर शुक्ला और उनकी शिष्य यह उत्तर भारतीय महिला. ഇനി ഞങ്ങളുടെ കൂടെ വേറെ ആർക്കുണ്ടായിരുന്നു പറയുന്നത് മണിപ്പൂർ വിശ്വവിദ്യാലയമേ മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ഹിന്ദിക്ക് പ്രൊഫസർ അവർ കഥാകാർ, ഹിന്ദിയുടെ പ്രൊഫസറും കഥാകാരനുമായിട്ടുള്ള ജവഹർ സിംഗ് ഉണ്ടായിരുന്നു. വഹിമേ കോളേജ് മേ പ്രിൻസിപ്പൽ ഡോക്ടർ ശുക്ല, അവിടെ തന്നെ കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള ഡോക്ടർ ശുക്ല കൂടെ ഉണ്ടായിരുന്നു. അവർ എനിക്ക് ശിഷ്യ, ഇനി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിട്ടുള്ള യഹു ഉത്തർ ഭാരതീയ മഹിള, ഈ വടക്കേന്ത്യക്കാരിയായ ഈ സ്ത്രീയും കൂടെ ഉണ്ടായിരുന്നു. और सचमुच मायती बाजार में सामान बेचती हुई दिखाई दी थी महिलाएं, केवल और केवल महिलाएं. വാസ്തവത്തിൽ ഒരു മായത്തി ബാസാറിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് സാധനങ്ങൾ വിൽക്കാനിരിക്കുന്നത് എല്ലാവരും ആരായിരുന്നു പറയുന്നത് മഹിളായ, കേവൽ മഹിളായും തീ, എല്ലാവരും സ്ത്രീകൾ തന്നെയായിരുന്നു. മായത്തി ബാസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാംക ബാസാർ എന്നാണ്. അവിടെ മുഴുവൻ സ്ത്രീകളാണ് അവിടെ കച്ചവടം നടത്തിയിരുന്നത്. उन्हीं के बीच सब्जियों की दुकान सजाए बैठी थी इस उत्तर भारतीय महिला की मणिपुरी सास. അപ്പോൾ ഈ മായത്തി ബാസാറിൽ ഒരുപാട് സ്ത്രീകൾ അവിടെ കച്ചവടത്തിനായിട്ട് ഇരിക്കുന്നുണ്ട്. അതിനിടയിൽ സബ്ജിയും കി ദുക്കാൻ സജായെ, അതായത് വെജിറ്റബിൾസിൻ്റെ കട തുറന്നിരിക്കുന്ന കട ഒരുക്കിയിരിക്കുന്ന നമ്മുടെ ഇസ് ഉത്തർ ഭാരതീയ മഹിളാക്കി മണിപ്പൂരി സാസ്, ഈ വടക്കേന്ത്യക്കാരിയായ ഈ സ്ത്രീയുടെ മണിപ്പൂരികാരിയായ അമ്മായിയമ്മ അവിടെ കടയൊക്കെ ഒരുക്കിയിട്ട്, പച്ചക്കറിയുടെ വെജിറ്റബിൾസിൻ്റെ കടയൊക്കെ അവിടെ ഒരുക്കിയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ലേക്കിൻ മണിപ്പൂർ മേ മഹിളാവും കി സ്ഥിതി ഉത്തനി അച്ചി നഹി ഹേ. പക്ഷേ മണിപ്പൂരിലെ സ്ത്രീകളുടെ അവസ്ഥ അത്ര നല്ലതല്ല എന്ന് പറയുന്നത്. പുരുഷ് കാ ബഹുവിവാഹ കർണ ആം ബാത് ഹേ, കൈ ബാർ സ്റ്റാറ്റസ് സിമ്പിൾ ജൈസ. അപ്പോൾ അവിടെ മണിപ്പൂരിലെ സ്ത്രീകളുടെ അവസ്ഥ അത്ര നല്ലതല്ല എന്ന് പറയാൻ കാരണം അവിടെ പുരുഷ് കാ ബഹു വിവാഹ കർണ ആം ബാത് ഹേ, അതായത് പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ പുരുഷന്മാർക്ക് ഒരു ഭാര്യയല്ല ഒന്നിലധികം ഭാര്യമാരെ അവർക്കുണ്ട്, ഒന്നിലധികം വിവാഹം അവർക്ക് കഴിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പുരുഷ് കാ ബഹു വിവാഹ കർണ ആം ബാത് ഹേ, എന്തിനായിട്ട കൈ ബാർ സ്റ്റാറ്റസ് സിമ്പിൾ ജൈസ, ഒരു ഒന്നിലധികം ഭാര്യമാരെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റാറ്റസ് സിമ്പിളായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ജോ പുരുഷ് ജിത്തനി ജ്യാദ പത്നിയാ രഖ് സക്കെ ഉസ്കാ സമാജ് മേ ഉത്തനാ ഹി രുത്തബാ ഹേ. ഏത് പുരുഷനാണോ കൂടുതൽ ഭാര്യമാരുള്ളത് ഉസ്കാ സമാജ് മേ, അവർക്ക് സമൂഹത്തിൽ ഉത്തനാ ഹി രൂത്തബാ ഹേ, രൂത്തബ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്വാധീനം. അപ്പോൾ ഭാര്യമാർ കൂടുതലുള്ള പുരുഷന്മാർക്കാണ് അവിടെ കൂടുതലായിട്ട് സ്റ്റാറ്റസ് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ അവസ്ഥ അവിടെ വളരെ മോശമാണ് മണിപ്പൂരിലെന്നാണ് ഇവിടെ പറയുന്നത്. ഇസ് മാനേമേ മേഘാലയക്ക് സ്ഥിതി ഭിന്ന ഹേ. അപ്പോൾ ഈ രീതിയിൽ പറയുകയാണെങ്കിൽ മേഘാലയയിലത്തെ അവസ്ഥ വ്യത്യസ്തമാണ്. ക്യോംകി യഹാ മാതൃസത്താത്മക പരിവാർ വ്യവസ്ഥ ഹേ സംഗമ കഹത്തെ ഹേ. മേഘാലയയിലെ സ്ഥിതി തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് പറയാൻ കാരണം എന്താണ്, അവിടെ മാതൃസത്താത്മക പരിവാർ വ്യവസ്ഥ ഹേ, അതായത് മരുമക്കത്തായ സമ്പ്രദായമാണ്. അതായത് മാതൃസത്താത്മകം എന്ന് പറഞ്ഞാൽ എന്താണ്, മാംസെ ബേട്ടിക്കോ സരദ്ധൻ സമ്പത്തി ഭൂമി ആദി മിൽത്തി ഹേ, അതായത് അമ്മയിൽ നിന്നാണ് മകൾക്കാണ് എല്ലാ സ്വത്തും ഭൂമിയും സമ്പത്തും പൈസയും എല്ലാം കിട്ടുന്നത് മകൾക്കാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ മണിപ്പൂരിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് മേഘാലയയിലത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ മാതൃസത്താത്മക എന്ന് പറഞ്ഞാൽ അവിടെ പെൺകുട്ടികൾക്കാണ് അവിടെ കൂടുതലായിട്ട് ആധിപത്യമുള്ളതെന്ന് പറയുന്നത്. और तभी एक मोड़ निकलने पर चिरापुंजी का छोटा सा बाजार दिखाई पड़ता है. അവിടുന്ന് കുറച്ചും കൂടി മൂട് നിക്കലിനേപ്പർ, ഒരു തിരിവ് കഴിഞ്ഞപ്പോൾ, മൂട് എന്ന് പറഞ്ഞാൽ ടേൺ, തിരിവ് കഴിഞ്ഞപ്പോൾ ചിറാപുഞ്ചി കാ ചോട്ടാസ ബാസാർ ദിക്കായി പെടുത്താ ഹേ. ചിറാപുഞ്ചിയിലെ ചെറിയൊരു മാർക്കറ്റ് കാണാനായിട്ട് സാധിച്ചു. और इस बाजार में भी दुकानों पर बैठी है महिलाएं. ഇനി ചിറാപുഞ്ചിയിലെ ആ ബാസാറിലും സാമാൻ ബേച്ചനെ के लिए महिलाएं बैठी है, സാധനം വിൽക്കാനായിട്ട് കടകളിലൊക്കെ ഇരുന്നിരുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു. फिर चाहे दुकान फल सब्जियों की हो या पान बीड़ी सिगरेറ്റ് की. കട എന്ത് തന്നെയായാലും, അതായത് ഫൽ സബ്ജിയും കി ഹോ, ചിലപ്പോൾ അത് എന്താ പറയുക പഴങ്ങളുടെ കടയാണെങ്കിലും പച്ചക്കറിയുടെ കടയാണെങ്കിലും, യാ പാൻ ബീഡി സിഗരറ്റ് കി, ഇനിയിപ്പോൾ മുറുക്കാൻ്റെയോ ബീഡിയുടെയോ സിഗരറ്റിൻ്റെ ഏത് കട തന്നെയായാലും അവിടെയൊക്കെ ദുക്കാനും പർ മഹിളായും ബേട്ടി ഹേ, ആ കടകളിലൊക്കെ ഇരുന്നിരുന്നത് സ്ത്രീകളായിരുന്നു. അപ്പോൾ ചിറാപുഞ്ചിയിൽ നമ്മൾ കാണുന്ന കാഴ്ച, അവിടെ ആരാണ് കച്ചവടം നടത്തിയിരിക്കുന്നത്, മഹിളായും,
അത് ഏത് കടയായാലും, പഴമായാലും പച്ചക്കറി ആയാലും ബീഡി ആയാലും സിഗരറ്റ് ആയാലും മുറുക്കാനായാലും ഏത് സാധനമായാലും അവിടെ ഇരുന്നിരുന്നത് സ്ത്രീകൾ തന്നെയായിരുന്നു. ഹം ആകെ ബഡ് ജാത്തെ ഹേ, ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അബ് ആ ഗയാ ഹേ മാസ്മായി ഗാവ്, ഒരു സ്ഥലപ്പേരാണ്, അതായത് മാസ്മായി ഗ്രാമം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണത്. അബ് ആ ഗയാ ഹേ മാസ്മായി ഗാവ്. അപ്പോൾ ഇവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പോയിക്കൊണ്ടിരുന്ന എവിടെ നിന്നാണ്? ഷില്ലോങ്ങിൽ നിന്ന് ചിറാപുഞ്ചിയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ അവർ മാസ്മായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ എത്തി. കുച്ച് ആകെ ബഡ്കർ സംഗമാനെ ജീപ്പ് രുക്വാദി ഹെ. മാസ്മായി ഗ്രാമത്തിലെത്തിയപ്പോൾ കുറച്ച് മുന്നോട്ട് നീങ്ങിയിട്ട് സംഗമ ജീപ്പ് അവിടെ നിർത്തിക്കുന്നുണ്ട്. ഹം സബി നീച്ചെ ഉത്തർ ഗേ ഹെ, ഞങ്ങളെല്ലാവരും ജീപ്പിൽ നിന്ന് ഇറങ്ങി. സാമനെ ദിക്കായി പഡ് രഹാ ഹെ നോ സംഗതിയാ പ്രഭാത് ജോ മാസ്മായി പ്രഭാത് കെ നാം സെ ലോകപ്രിയ ഹെ. അപ്പോൾ മാസ്മായി ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കാണുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. പ്രഭാത് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടമാണ്, വാട്ടർഫോളാണ്. എന്താണ് പേര്? നോ സംഗതിയാങ് എന്ന് പേരുള്ള ഒരു വെള്ളച്ചാട്ടം. അത് ഈ മാസ്മായി ഗ്രാമത്തിലായതുകൊണ്ട് അതിനെ മാസ്മായി പ്രഭാത് എന്ന പേരിലും അത് പ്രസിദ്ധി നേടിയിട്ടുണ്ട്, അത് ജനപ്രീതി നേടിയിട്ടുണ്ടെന്ന് പറയുന്നത്. മാസ്മായി ഗാവ്, ആ ഗ്രാമത്തിലെ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് നോ സംഗതിയാം പ്രഭാത് ജോ മാസ്മായി പ്രഭാത് കെ നാം സെ ലോകപ്രിയ ഹെ. അപ്പോൾ ഈ വെള്ളച്ചാട്ടം മാസ്മായി പ്രഭാത് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. പാസ് ഹി ഏക്ക് പര്യടക് ബസ് ഗഡി ഹെ. വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയാണ്, ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നൊരു സ്ഥലമാണ്. അങ്ങനെ ഇവർ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി നോക്കാനായിട്ട് ഇറങ്ങുകയാണ്. പാസ് ഹി ഏക്ക് പര്യടക് ബസ് ഗഡി ഹെ. പര്യടക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്, പര്യടൻ എന്ന് പറഞ്ഞാൽ ടൂർ, പര്യടക് എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റ്. പാസ് ഹി ഏക്ക് പര്യടക് ബസ് ഗഡി ഹെ. അപ്പോൾ അടുത്ത് തന്നെ ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ഉസ്സെ ഉദർക്കർ കുച്ച് ദക്ഷിൺ ഭാരതീയ ഇസ് അത്ഭുത പ്രഭാത് കോ നിഹാർ രഹേ ഹെ. നിഹാർ രഹേ ഹെ എന്ന് പറഞ്ഞാൽ ദേഖ് രഹേ ഹെ, കണ്ടുകൊണ്ടിരിക്കുക. എന്താ പറയുന്നത്? ഉസ് പര്യടക് ബസ് സെ ഉദർക്കർ, ആ ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് കുച്ച് ദക്ഷിൺ ഭാരതീയ, കുറച്ച് തെക്കേ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇസ് അത്ഭുത പ്രഭാത് കോ, ഈ അത്ഭുതകരമായ വെള്ളച്ചാട്ടത്തെ, എന്താണ് വെള്ളച്ചാട്ടത്തിൻ്റെ പേര്? നോ സംഗതിയ പ്രഭാത്, ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതല്ലെങ്കിൽ മാസ്മായി പ്രഭാത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടത്തെ നിഹാർ ഹേ ഹെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് ഈ വെള്ളച്ചാട്ടം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. ऊंचे पहाड़ से सैकड़ों फुट नीचे पानी लगातार बैरक तक गिर रहा है. ऊंचे पहाड़ से, വളരെ ഉയർന്നൊരു പർവ്വതത്തിൽ നിന്ന്, സൈക്കഡോ ഫുട്ട് നീച്ചെ, നൂറുകണക്കിന് അടി നീച്ചെ പാനി ലഗാതാർ, ലഗാതാറിന് കണ്ടിന്യൂസ് ആയിട്ട്, സൈക്കഡോ ഫുട്ട് നീച്ചെ പാനി ലഗാതാർ, അതായത് നൂറുകണക്കിന് അടി താഴേക്ക് വെള്ളം ഇങ്ങനെ ലഗാതാർ കണ്ടിന്യൂസ് ആയിട്ട്, ബേരക്ടോക്ക് തടസ്സമില്ലാതെ, ബേരക്ടോക്ക് എന്ന് പറഞ്ഞാൽ തടസ്സമില്ലാതെ, ഗിർ രഹാ ഹേ വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാട്ടർഫോളാണ്, വെള്ളം മുകളിൽ നിന്ന് വലിയ മലകളിൽ നിന്നൊക്കെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മളെന്ത് പറയുന്നത്? പ്രഭാതം എന്ന് പറയുന്നത്. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നൂറുകണക്കിന് ഉയരങ്ങളിൽ നിന്ന് അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ലഗാതാർ ലഗാതാർ गिरता चला जा रहा है, जाने कब से कितनी सदियों से इस प्रभात से पानी निरंतर झरता रहता है और कलकल करता हुआ बांग्लादेश की ओर चला जाता है. ഞാൻ എന്താ പറയുന്നത്? ഈ ലഗാതാർ യഹാം പാനി ഗിർത്ത ചലാ ജാ രഹാ ഹെ, ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു തടസ്സവുമില്ലാതെ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചാനെ കബ് സെ, എപ്പോൾ മുതലാണ്, എന്ന് മുതലാണ്, കിത്തിനി സദിയോം സെ, എത്ര നൂറ്റാണ്ടുകളായി എന്നുള്ളത്, ഇസ് പ്രഭാത് സെ പാനി നിരന്തര തരഹാ ഹെ. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട്, എത്ര നാളെ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നൂറ്റാണ്ടുകളായിട്ട് ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഇങ്ങനെ മുകളിൽ നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ജർത്തരത്ത എന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർ കൽക്കൽ കർത്താ ഹുവ ബംഗ്ലാദേശ് കി ഓർ ചലാ ജാത്താ ഹെ. ഈ വെള്ളം എന്നിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? അത് കളകൾ എന്ന് പറയുന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട്, വെള്ളം പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തെ കളകളാരവം എന്ന് പറയുന്നത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് എവിടേക്ക് പോകുന്നു? വെള്ളത്തിൻ്റെ ശബ്ദമാണ്. ബംഗ്ലാദേശ് കി ഓർ ചലാ ജാത്താ ഹെ, ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്കാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഗ്രാമം പറഞ്ഞു മാസ്മായി ഗാവ് എന്ന് പറഞ്ഞു. മാസ്മായി ഗാവ് की विशेषता है वहाँ एक नौसंगतियाँ प्रभात है, ये मासമായി प्रभात नाम से जाना जाता है. അപ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ ഒരുപാട് കാണാൻ വരുന്നൊരു സ്ഥലമാണ്. അതായത് നൂറ്റാണ്ടുകളായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് ചെന്ന് ചേരുന്നത് എവിടെയൊക്കെയാണ്? ബംഗ്ലാദേശ് की ओर चला जाता है. ബംഗ്ലാദേശിലേക്കാണ് ആ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. वह देखिए सामने रहा बांग्लादेश, संगमा के साथियों में से कहता है. ഇപ്പോൾ സംഗമ ആരാണ്? രാജ്യക്കേക്ക് അധികാരി ഹേ. നമുക്ക് ഗൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെയൊക്കെ വഴികാട്ടാനായിട്ട് സ്റ്റേറ്റിൻ്റെ തന്നെ ഒരു ഓഫീസർ കൂടെയുണ്ട്. അയാൾ പറയണത് എന്താണ് പറയുന്നത്? സാത്യം എംസേക്ക് കഥ സംഗമാക്കി സാത്യം എംസേ. അപ്പോൾ സംഗമയുടെ കൂടെ 2 കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞു. ആ സാത്യം എംസേക്ക് അതിലെ കൂട്ടുകാരിൽ ഒരാൾ പറയാണ് വഹ് ദേഖിയേ സാമനെ രഹ ബംഗ്ലാദേശ്. നോക്കിയേ, ഇതേ കാണുന്നു. എന്താണ്? ബംഗ്ലാദേശാണ് കാണുന്നത്. हालांकि आमने सामने हल्का कोहरा है, लेकिन पानी में डूबा हुआ सा बांग्लादेश का कुछ मैदानी भाग नजर आ जाता है. हालांकि എന്നിരുന്നാലും സാമനെ ഹൽക്ക കൊഹ്ര ഹെ, മുന്നിൽ നോക്കുമ്പോൾ കുറച്ച് നേരിയ മഞ്ഞുണ്ട്. ഹൽക്ക ലഘുവായിട്ട് നേരിയ കൊഹര എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞുണ്ട്. ലേക്കിൻ പാനി മേ ഡൂബാ ഹുവാ സ ബംഗ്ലാദേശ് കാ കുച്ച് മൈതാനി ഭാഗ്. എങ്കിലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് മഞ്ഞുണ്ട് എങ്കിലും ഈ വെള്ളം നമ്മൾ ഒഴുകിപ്പോകുന്നത് ബംഗ്ലാദേശിലേക്ക്, ആ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാനായിട്ട് സാധിച്ചിരുന്നു. अभी अभी जब जीप से उतरे थे हल्की धूप थी और अभी क्षण बर्बाद ही बादल घिरे और हल्की हल्की वर्षा होने लगी. अभी अभी जब जीप से उतरे थे, അവർ അപ്പം ജീപ്പിൽ നിന്ന് അവർ ഇറങ്ങിയിരുന്നു. ആ സമയത്ത് ഹൽക്കി ധൂപ്തി, നേരിയ അല്ലെങ്കിൽ ചെറുതായിട്ട് വെയിലുണ്ടായിരുന്നു. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിലുണ്ടായിരുന്നു. അവർ അഭിക്ഷൻ ബർബാദ്. പക്ഷെ അപ്പോഴേക്കും ഒരു നിമിഷത്തിന് ശേഷം ആ വെയിൽ മാറിയിട്ട് എന്തുണ്ടായി? ബാദൽഗിരെ, മേഘങ്ങൾ നിറഞ്ഞു. അവർ ഹൽക്കി ഹൽക്കി വർഷം ഹോനിരിക്കും, ചെറിയൊരു ചാറ്റൽ മഴ പെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ വെയിലും മഴയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി വരുന്ന വെയിൽ കണ്ടു, അപ്പം തന്നെ മഴയും വന്നു. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി. मैं संगमा के आगे अपना पुराना सवाल दोहराता है, क्या साल भर यहाँ वर्षा होती रहती है. ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഓഫീസറായിട്ടുള്ള നമ്മൾ ഗൈഡായിട്ടുള്ള സംഗമയുടെ അടുത്ത് വീണ്ടും പഴയ ചോദ്യം ആവർത്തിക്കുകയാണ്. പുരാന സവാൽ, പഴയ ചോദ്യം, ദുഹരാത്താ ഹെ, റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിക്കുകയാണ്. എന്താണ് ചോദ്യം? ക്യാ സാൽ ഭർ യഹാ വർഷ ഹോത്തി രഹതി ഹെ, വർഷം മുഴുവൻ ഇവിടെ മഴ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യത്തെ പേജിൽ നമ്മൾ പറഞ്ഞു. ആ ചോദ്യം വീണ്ടും ഇവിടെ സംഗമയുടെ അടുത്ത് നമ്മുടെ ലേഖകൻ ആവർത്തിക്കുകയാണ്. വർഷം മുഴുവൻ മഴ കിട്ടുമോ എന്നുള്ളത്. സംഗമ ഹസ്തേ ഹുയെ कहते हैं പന്ത് സാഹബ് യഹ് ചിറാപുഞ്ചി ഹേ. സംഗമ ചിരിച്ചുകൊണ്ട് പറയണ പന്ത് സാഹബ് യഹ് ചിറാപുഞ്ചി ഹേ, ഇത് ചിറാപുഞ്ചിയാണ്. ഹാ ഖയാലായ യഹ് ചിറാപുഞ്ചി ഹേ समुद्र की सतह से कोई 1300 मीटर ऊपर, जो विश्व में सबसे अधिक वर्षा वाले स्थान के लिए प्रसिद्ध है. ഹാ ഖയാലായ, അപ്പോൾ ഓർമ്മ വന്നു എന്ന് പറയണേ. ഇത് ചിറാപുഞ്ചിയാന്ന് എനിക്ക് ഓർമ്മ വന്നു. സമുദ്രക്ക് സദസ്സേ, സമുദ്രനിരപ്പിൽ നിന്ന്, സതഹ് എന്ന് പറഞ്ഞാൽ നിരപ്പ്, ഉപരിതലം എന്നുള്ള അർത്ഥം. സമുദ്രക്ക് സദസ്സേ കൊയ് 1300 മീറ്റർ ഊപ്പർ, 1300 എന്ന് പറഞ്ഞാൽ 1300 മീറ്റർ ഊപ്പർ, ഉയരത്തിലെ, ജോ വിശ്വമേം, നമ്മുടെ ലോകത്ത് തന്നെ, സബ്സെ അധിക വർഷ വാലെ, ഏറ്റവും അധികം മഴ പെയ്യുന്ന, സ്ഥാൻ കേലിയെ പ്രസിദ്ധ ഹേ, സ്ഥലം എന്ന പേരിൽ പ്രസിദ്ധമാണ്. ഏത് സ്ഥലം? ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്ന് 1300 മീറ്ററോളം ഉയരത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം എന്ന പേരിൽ പ്രസിദ്ധമാണ് ചിറാപുഞ്ചി എന്ന് പറയുന്നത്. അത് നമ്മുടെ പന്ത് സാഹിബിന് കാര്യം അപ്പോൾ ഓർമ്മ വന്നു. ബഹുത്ത് പഹലെ പടി എക് കവിത യാദാത്തി ഹെ. സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു കവിത നമ്മുടെ ലേഖകൻ ഓർമ്മ വരാണ്. കവിതയുടെ ലൈൻ ഇങ്ങനെയാണ്: ചിറാപുഞ്ചി സെ ആയാ ഹൂം ഫിർ ബി പ്യാസ. ചിറാപുഞ്ചിയിൽ നിന്നാണ് വരുന്നത്, എങ്കിലും ദാഹിച്ചിട്ട്. നമ്മുടെ പാഠത്തിൻ്റെ ശീർഷക്, ഹെഡിങ് എന്ന് പറയുന്നത് അതാണ്.
ചിറാപുഞ്ചി സെ ആയാഹും എന്ന് പറഞ്ഞ് നമ്മൾ ഡോട്ടിട്ട് പോയിട്ടുണ്ട്. അതൊരു ബാക്കിയാണ് നമ്മൾ ഫിർ ബി പ്യാസ. ഈ കവിതയുടെ ലൈനിൽ നിന്നാണ് നമ്മൾ ഹെഡിങ് ഉണ്ടാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞു ചിറാപുഞ്ചി സെ ആയാഹും എന്നുള്ള ഹെഡിങ് വന്ന് ഈ കവിതയുടെ ലൈനിൽ നിന്നാണ്. ഫിർ ബി പ്യാസ, എങ്കിലും ദാഹിച്ച്. ഹം ലോഗ് കഭി കൽ കൽ ചൽ ചൽ കർത്തെ പ്രഭാത് കോ നിഘാ രഹേ ഹേ കഭി പാനി സേ ഗിരേ ദേശ് കെ ഭൂഭാഗ് ഖോ. ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഈ കളകളാരവോ അല്ലെങ്കിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് പോകുന്ന വെള്ളച്ചാട്ടത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഭി പാനി സേ ഗിരേ ദേശ് കെ ഭൂഭാഗ് ഖോ. ചിലപ്പോഴൊക്കെ ചില സമയത്ത് ഞങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പാനി സെ ഗിരേ ദേശ് കെ ഭൂഭാഗ് ഖോ, ആ രാജ്യത്തിൻ്റെ ഭൂപ്രദേശത്തെ നോക്കിയുണ്ട്. ഏത് രാജ്യത്തിൻ്റെയാണ്? ബംഗ്ലാദേശ് കെ. അപ്പോൾ ഇവിടെ ഈ വെള്ളച്ചാട്ടം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ഓർ ചൽ രഹേ ഹേ, ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും വെള്ളച്ചാട്ടം നോക്കുന്നുണ്ട്. ബംഗ്ലാദേശിൻ്റെ ആ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഭാഗവും ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആസ് പാസ് ചായ് പാനി കി ദോ ചാർ ചോട്ടി ചോട്ടി ദുക്കാനേ ഹേ. എന്താ പറയുന്നത്? അടുത്ത് തന്നെ ചായ് പാനിക്കോ, അതായത് ചായയും വെള്ളമൊക്കെ കിട്ടുന്ന ദോ ചാർ ചോട്ടി ദുക്കാനേ ഹേ, 2-4 ചെറിയ ചെറിയ കടകളുണ്ട് ചായ കുടിക്കാനായിട്ട്. ഹൽക്കി ഹൽക്കി ടണ്ട് ലഗ്നേ ലഗി ഹേ, നേരിയ തണുപ്പ് തോന്നാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടണ്ട് എന്നാണ് തണുപ്പ്. ഹം ലോഗോംനെ സ്വെറ്റർ പഹൻ ലിയേ ഹേ और एक दुकान से लेकर चाय पीने लगे हैं. ഞങ്ങളെല്ലാവരും തണുപ്പുള്ള കാരണം അവിടെ സ്വെറ്റർ ധരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ നിന്ന് ചായ പീനെ ലഗേ ഹേ, ചായ കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വർഷ ഫിർ ബന്ദ് ഹോ ഗയി ഹേ, വീണ്ടും അവിടെ മഴ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം വെയിൽ കണ്ടു. പറയാൻ നോക്കി നിൽക്കുമ്പോഴേക്കും അവിടെ വെയിൽ മാറി മേഘങ്ങൾ നിറഞ്ഞു മഴ ചാറാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ആ മഴ നിന്നു എന്നാണ് പറയുന്നത്. ധൂപ് ഫിർ ഖിലഹി ഗിലായി ഹും, എന്താ പറയുന്നത്? വീണ്ടും അവിടെ വെയിൽ വരുന്നു. അപ്പോൾ ഇവിടെ മഴയും വെയിലും മാറി മാറിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസി തര വർഷ ധൂപ് कोहरे की लुका छिपी का खेल चलता रहा है यहाँ. जी हाँ, इस चिरापुंजी में खासी पर्वत श्रृंखलाओं के इस शांत एकांत सौंदर्य स्थल में. അപ്പോൾ ഇവിടെ വെയിലും മഴയും മാറി മാറി വന്നുകൊണ്ടിരിക്കുക. ആദ്യം പറഞ്ഞു വെയിലായിരുന്നു, പിന്നെ മഴ വന്നു, ഇപ്പോൾ മഴ മാറി വീണ്ടും വെയിൽ വന്നു. ഇങ്ങനെ മഴ, വെയിൽ, മഞ്ഞ്. ഉസ്കി ലുക്കാച്ചിപ്പി, ഹൈഡ് ആൻഡ് സീക്ക്, ഒളിച്ചുകളി. ഇപ്പോൾ ഇവിടെ മഴയുടെ, വെയിലിൻ്റെ, മഞ്ഞിൻ്റെയൊക്കെ ഒരു ഒളിച്ചു കളിയാണ് ചിറാപുഞ്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. इस चिरापुंजी में काशी पर्वत श्रृंखलाओं के इस शांत एकांत सौंदर्य स्थल में. ഈ ചിറാപുഞ്ചിയിൽ ഗാസി പർവ്വത മേഖലയുടെ ഇത്രയും ശാന്തമായിട്ടുള്ള, ഇത്രയും ഏകാന്തമായിട്ടുള്ള ഈ സൗന്ദര്യ സ്ഥലത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ധൂപ് വർഷ और कोहरे की लुका छिपी खेल चलता रहा है. അതായത് ഒരു ഒളിച്ചു കളി തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇവിടെ മാതൃസത്താത്മക വ്യവസ്ഥ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞു. അതായത് लखनऊ विश्वविद्यालय की विधि संघ के एक मणिपुरी छात्र इम्फाल में मिली हुई एक लखनऊ वाली महिला से प्यार किया था और शादी बनाकर उसके साथ ले आया था. वहाँ सास और बहू के बीच का टकराव, अंत में अपने सास को माइती बाजार में जाने के लिए कहा. उसे बाद में रोका नहीं, പിന്നീട് തടഞ്ഞില്ല എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ വന്നത് മണിപ്പൂർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു പരിപാടിക്ക്, ഹിന്ദി വിഭാഗത്തിൻ്റെ ഒരു പരിപാടിക്ക് വന്നിട്ടുള്ള കുറച്ച് ആളുകൾ, സാഹിത്യകാരന്മാർ, അവരൊക്കെ ഈ മണിപ്പൂരി സാസ്കി ദുക്കാൻ മേ ജാക്കർ വഹാംസെ സബ്സിയാ ഖരീദി, അവിടുന്ന് പച്ചക്കറികൾ വാങ്ങിക്കുന്നു. അത് കഴിഞ്ഞ് അവിടെ പറയുന്നുണ്ട് മണിപ്പൂർ की महिलाओं की स्थिति अच्छी नहीं है എന്ന് പറയുന്നുണ്ട്. क्योंकि यहाँ पुरुष का बहु विवाह करना आम बात है, यहाँ ये स्टेटस सिंबल है. जो जितनी अधिक जो ज़्यादा पत्नियाँ रख सके वह समाज में उसका स्थान रुतबा है. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് നമ്മുടെ മാസ്മായി ഗാവ് എന്ന് പറയുന്നതാണ്. മാസ്മായി ഗാവിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു.
वहाँ एक प्रभात है, उसका नाम है नौसंगदिया। और ये प्रभात को मासमाई गांव में होने के कारण यह मासमाई प्रभात नाम से जाना जाता है. മാസ്മായി പ്രഭാത് എന്ന പേരിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ചയാണ് നടന്നത്. വെള്ളം വീഴുന്നത് നല്ല മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സാധിക്കുന്നുണ്ട്. ഇവിടെ ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്താ ചോദിച്ചു. നമ്മൾ എന്താണ് ഇതിൻ്റെ ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്താണ്? समुद्र की सतह से कोई 1300 मीटर ऊपर जो विश्व में सबसे अधिक वर्षा वाले स्थान के लिए प्रसिद्ध है. അതായത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലം എന്ന പേരിൽ പ്രസിദ്ധമാണ് ചിറാപുഞ്ചി. ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിനിടയ്ക്ക് വെയിൽ വന്നു, വെയിൽ മാറി മഴ വന്നു, വീണ്ടും മഞ്ഞ് വന്നു, വീണ്ടും വെയിൽ വന്നു. അങ്ങനെ മാറി മാറിയിട്ടുള്ള ഒരു കളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും വരെയാണ് നമ്മൾ എടുത്തത്. ചിറാപുഞ്ചിയുടെ ശാന്തമായിട്ടുള്ള വളരെ സൗന്ദര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളെ ചിറാപുഞ്ചി എന്ന് പറയുന്നത്. അതായത് മഴയും വെയിലും മഞ്ഞും ഒരുമിച്ച് ഇടകലർന്നു വരുന്നൊരവസ്ഥ. അത്രയും മനോഹരമായൊരു സ്ഥലമാണെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.